ഇപ്പം ഞാൻ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ രാമേശ്വരം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ ഇന്നലെയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന കാര്യങ്ങളെല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാം. ഞാൻ ഇന്നലെ മധുരയിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് വന്നത്. മധുരയിൽ നിന്നും ധാരാളം ബസ്സുകൾ ഇങ്ങോട്ടേക്ക് സർവീസ് നടത്തുന്നുണ്ട്. പിന്നെ ഇപ്പോഴ് പുതുതായിട്ട് പാമ്പൻ പാലം ഓപ്പൺ ആയപ്പോൾ ട്രെയിൻ സർവീസുകളും ഉണ്ട്. ട്രെയിൻ സർവീസിന് സ്പെസിഫിക് ആയിട്ട് കുറച്ച് സമയങ്ങളുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഞാൻ വന്നത് അമൃത എക്സ്പ്രസ്സിലാണ്. തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിനിലാണ് വന്നത്. തിരുവനന്തപുരത്ത് നിന്ന് രാത്രി 8:30 സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടി പിറ്റേന്ന് രാവിലെ 10 മണി അടുപ്പിച്ച് മധുരയിലെത്തും. ഈ ട്രെയിനിൽ വന്നാലുള്ള ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഉറങ്ങി സ്വസ്ഥമായിട്ട് വരാൻ സാധിക്കും. അങ്ങനെ രാത്രി 8:30 കയറിയത് പിറ്റേ ദിവസം രാവിലെ 10 മണിക്ക് മധുരയിലെത്തി. മധുരയിലെത്തിയതിന് ശേഷം ഞാൻ അവിടെ നിന്നും ബസ്സിന് നേരെ രാമേശ്വരം വന്നു. കാര്യം ആ ഒരു 10 മണി സമയത്ത് രാമേശ്വരത്തേക്ക് ട്രെയിൻ ഇല്ല. അതുകൊണ്ട് ബസ്സിലാണ് വന്നത്. ബസ്സിൽ വന്നതിന് 140 രൂപയാണ് മധുരയിൽ നിന്നും രാമേശ്വരം വരുന്നതിന് ടിക്കറ്റ് ചാർജ്. മധുരയിലെ മാട്ടുത്താവണി എന്ന് പറഞ്ഞൊരു ബസ് സ്റ്റാൻഡ് ഉണ്ട്, MGR ബസ് സ്റ്റാൻഡ്. മാട്ടുത്താവണി ബസ് സ്റ്റാൻഡിന്റെ വേറൊരു പേരാണ് MGR ബസ് സ്റ്റാൻഡ്. അപ്പോഴവിടെ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് രാമേശ്വരത്തേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ബസ് ഉള്ളത്. അങ്ങനെ ഞാൻ രാമേശ്വരത്ത് വന്നിങ്ങനെ നിൽക്കുവാണ്. രാമേശ്വരത്ത് ഞാൻ ഇന്നലെ വന്ന് സ്റ്റേ ചെയ്തായിരുന്നു. റൂമിന് 700 രൂപയാണ് ചാർജ്. ഒരു ആവറേജ് റൂമാണ്. പിന്നെ വേറെന്താ, ഇന്നലെ രാത്രി ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചായിരുന്നു. അതൊക്കെ ഞാനിവിടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. അത്ര എന്താ പറയുന്നത്, ലോക്കൽ സെറ്റപ്പിന് ഒരുപാട് റേറ്റ് കൊടുത്ത് ഫുഡ് കഴിക്കേണ്ടതായിട്ട് വന്നായിരുന്നു. അതായത് ഒരു ചപ്പാത്തിക്ക് 25 രൂപ അത്രയൊക്കെയാണ് ചാർജ് വന്നത്. എന്ന് വെച്ചാൽ നമുക്ക് പൈസ കൊടുക്കാം, പൈസ കൊടുക്കുന്നതിന് പ്രശ്നമില്ല. പക്ഷേ അതിനനുസരിച്ചുള്ള ഫെസിലിറ്റി നമുക്ക് വേണ്ടേ. എന്ന് വെച്ചാൽ നല്ല നീറ്റായിട്ടുള്ളൊരു അന്തരീക്ഷത്തിലൊക്കെ ഇരുന്നാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ 25 30 ഒരു ചപ്പാത്തിക്ക് എത്ര രൂപ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. പക്ഷേ ഇത് സാധാരണ ഒരു സെറ്റപ്പ് എന്ന് വെച്ചാൽ നമ്മൾ തമിഴ്നാട്ടിൽ കണ്ടിട്ടില്ലേ, ഈ ദോശക്കല്ലും പത്തിരിക്കല്ലെല്ലാം കടയുടെ ഫ്രണ്ടിലിട്ടിട്ട് പൊറോട്ടയൊക്കെ അടിക്കുന്ന കണ്ടിട്ടില്ലേ, അതേപോലത്തെ ഒരു കട. അപ്പോഴും പറഞ്ഞ് ടൂറിസ്റ്റ് ഏരിയ ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് റേറ്റ് എന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും ടൂറിസ്റ്റുകളെ ആണെങ്കിൽ അറുക്കുന്നതിനൊരു പരിധിയില്ലേ. കാര്യം ഈ കുറേശ്ശെ പൈസ എന്ന് വെച്ചാൽ ഒരു മാന്യമായിട്ടുള്ള റേറ്റിൽ വാങ്ങുക എന്ന് പറഞ്ഞാൽ അത് പലരോടും പറയും. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, മാന്യമായിട്ടുള്ള റേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ നിങ്ങളോട് പറയില്ലേ നല്ല റേറ്റ് കുറവാണ് ഫുഡിന്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും ഫാമിലി ആയിട്ട് വരാനുള്ളവരൊന്നും മടിക്കില്ല. എല്ലാവരും നോക്കുന്നത് റേറ്റ് കുറഞ്ഞ് നിൽക്കുന്നത് എന്താണെന്നാണ് എല്ലാവരും നോക്കുന്നത്. അങ്ങനെ റേറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് ഒരുപാട് ആൾക്കാർ വരും, അവർക്ക് കൂടുതൽ ബിസിനസ് നടക്കും. അപ്പോഴങ്ങനെയൊക്കെയല്ലേ വേണ്ടത്. ഇത് ഒരുപാട് റേറ്റ് വാങ്ങിയിട്ട് കൂതറ സെറ്റപ്പ് തരുന്നത് അത്ര നല്ല പരിപാടിയല്ല. അപ്പോഴെന്തായാലും ഇന്നലെ ഞാൻ ഫുഡ് കഴിച്ച കാര്യം ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴിനിയിപ്പോൾ എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ ഇവിടെ നിന്നും ധനുഷ്കോടിയിലേക്കൊന്ന് പോകണം. ഭയങ്കര വെയിലാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത വെയിലാണ്. ഞാനൊരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നടക്കുന്നതിൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കുവാണ്. നല്ലൊരു ഹൈറ്റുള്ളൊരു ബിൽഡിങ്ങാണ്. അതിൻ്റെ ഒരു ഷെയ്ഡ് ഇങ്ങോട്ട് അടിക്കുന്നുണ്ട്. അപ്പോഴാ ഒരു തണലിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കുക. ഇപ്പോഴത്തെ സമയം രാവിലെ 10:15 രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. എന്തെങ്കിലും കഴിച്ചതിന് ശേഷം നമുക്ക് ധനുഷ്കോടിയും അങ്ങോട്ടേക്കൊക്കെ ഒന്ന് പോയിട്ട് കറങ്ങിയിട്ട് വരാമെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് ആ ഒരു അമ്പലത്തിൻ്റെ പരിസരത്തേക്കൊക്കെ ഒന്ന് നടന്നിട്ട് വരാം. അങ്ങനെ ഞാൻ കുട പിടിച്ചിട്ടാണ് നടക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത വെയിൽ കേട്ടോ. രാമേശ്വരത്ത് വന്നിട്ടുള്ളവർക്ക് അറിയാം ഞാൻ ഈ പറഞ്ഞ കാര്യം. ഭയങ്കര വെയിലാണ്. ഇതാ കണ്ടില്ലേ, ഈ ബസ് ഇത് രാമേശ്വരം ബസ് സ്റ്റാൻഡിൽ നിന്നും ഇവിടം വരെ വരുന്നതാണ്. രാമേശ്വരം ബസ് സ്റ്റാൻഡിൽ വരെയാണ് മധുരയിൽ നിന്നും വരുന്ന ബസ് വരുന്നത്. ഈ ബസ് രാമേശ്വരം ബസ് സ്റ്റാൻഡിൽ നിന്നും ഈ ഒരു പരിസരത്തേക്ക്, അതായത് അമ്പലത്തിൻ്റെ പരിസരത്തേക്കും ഈ ഒരു കടൽ തീരത്തിൻ്റെ പരിസരത്തേക്കും എല്ലാം വരുന്ന ബസ്സാണ് ഇത്. രാമേശ്വരം ബസ് സ്റ്റാൻഡിൽ നിന്നും ഇവിടം വരെ വരുന്നതിന് ബസ് ടിക്കറ്റ് ചാർജ് 7 രൂപയാണ്. ഇവിടെ ഓട്ടോ സ്റ്റാൻഡിലേ ഓട്ടോയുടെ റേറ്റ് ചോദിച്ചു കേട്ടോ. എന്ന് വെച്ചാൽ ഈ ധനുഷ്കോടി അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളിലെല്ലാം പോയി കറക്കിയിട്ട് വരും. 1000 1200 അങ്ങനെ 2 പാക്കേജ് ഉണ്ട്. ഞാൻ ആ 2 പാക്കേജും എടുക്കുന്നില്ല. എന്ന് വെച്ചാൽ ഒരു ഓട്ടോയ്ക്കാണ് 1000 രൂപ. ഒരു ഓട്ടോയിൽ ഒരാൾ കയറുന്നതിനാണ് 1000 രൂപ. അല്ലാതെ ഇപ്പം ഒരു 2-3 പേര് ഒരുമിച്ച് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാമോ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചു. അപ്പോഴത് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ആ പുള്ളി പറഞ്ഞ് ഒരു കാര്യം വെയിറ്റ് ചെയ്യ്, നമുക്ക് നോക്കാം, ആരെങ്കിലും വരുമോ എന്ന് നോക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോഴെന്തായാലും ആരെങ്കിലും വരുമോ എന്ന് നോക്കട്ടെ. ഞാൻ നമ്പരൊക്കെ കൊടുത്തിട്ടുണ്ട്, പുള്ളി വിളിക്കുമോ എന്ന് നോക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റേറ്റ് കുറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പാക്കേജിൽ പോകാം. ഇല്ലെങ്കിൽ നഷ്ടമാണ്. കാര്യം ഒന്ന് ആലോചിച്ച് നോക്കേ, 1000 1200 രൂപയൊക്കെ കൊടുത്ത് പോകേണ്ട കാര്യമുണ്ടോ? ഇവിടെ നിന്ന് ബസ്സുണ്ട് കേട്ടോ, ധനുഷ്കോടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ്സുണ്ട്. നോക്കട്ടെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഇവിടെ എല്ലാമായിട്ട് ചെറിയ ചെറിയ കച്ചവടങ്ങളെല്ലാം ഉണ്ട് കണ്ടില്ലേ. ഇവിടെ കടലിൽ കുളിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം കച്ചവടം ചെയ്യുന്നതാണ്. തോർത്തും പിന്നെ ലുങ്കിയെല്ലാം ഉണ്ട്. വലിയ റേറ്റ് ഒന്നുമില്ല കേട്ടോ. തോർത്തിന് 40 രൂപ 30 രൂപ, പിന്നെ ലുങ്കിക്ക് 100 രൂപ അത്രയൊക്കെ ഉള്ളൂ. ഈ കന്നാസ് കണ്ടില്ലേ, ഈ കന്നാസും ഈ കുപ്പിയെല്ലാം കടലിലെ വെള്ളം എടുക്കുന്നതിനും പിന്നെ ഈ അമ്പലത്തിനകത്ത് രാമേശ്വരം അമ്പലത്തിനകത്ത് 21 തീർത്ഥക്കുളം ഉണ്ടെന്നാണ് അറിഞ്ഞത്.
അപ്പോഴവിടുത്തെ വെള്ളമെല്ലാം ശേഖരിക്കുന്നതിനാണെന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ അറിഞ്ഞത്. എനിക്കിങ്ങനത്തെ ഐതിഹ്യം അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും വലിയ പിടിയില്ല കേട്ടോ. ഒന്നാമത്തെ കാര്യം, എനിക്ക് അതിലൊന്നും വിശ്വാസമില്ല. ഒരു മതത്തിലെ പരിപാടികളിലും വിശ്വാസമില്ല. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോകാറുമില്ല. ഇതാ കണ്ടില്ലേ, ഇവിടെ എല്ലാമായിട്ട് ബെഞ്ചെല്ലാം ഇട്ടിട്ടുണ്ട്. വൈകുന്നേരങ്ങളിലൊക്കെ ഇരിക്കാനാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ക്ലോത്ത്സ് കളക്ഷൻ വെഹിക്കിൾ, അതായത് ആൾക്കാർ കുളിച്ചിട്ട് തുണികളെല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകും. അപ്പോഴതെല്ലാം കളക്ട് ചെയ്യുന്ന ആ ഒരു വണ്ടിയാണത്. ഇതെവിടെയായിട്ട് നോക്കേ, ആ ഒരു ഡസ്റ്റ്ബിനോട് ചേർന്ന് പട്ടികൾ കിടക്കുന്നത് കണ്ടില്ലേ? അവിടെ കുറച്ച് തണലുണ്ട്, ആ തണൽ പറ്റി കിടക്കുവാണ്. ഇതെവിടെയായിട്ട് നോക്കേ, പലതരം വെറൈറ്റി ബാഗുകളാണല്ലോ, കൊള്ളാലോ. ഓ, വാട്ടർ പ്രൂഫ് സംഭവം 100 രൂപയുള്ളൂ കേട്ടോ. നമുക്ക് നാട്ടിലോട്ട് പോകുമ്പം ഉറപ്പായിട്ട് ഒരെണ്ണം വാങ്ങണം. ഓക്കെ ഓക്കെ, ദില്ലി കമ്പനി. ഓ, ഞാൻ പറഞ്ഞില്ലേ ഇതേപോലത്തെ സംഗതികളൊക്കെ റേറ്റ് കുറവാണ് കേട്ടോ. ആ ബാഗിന് 100 രൂപയേ ഉള്ളൂ. ഞാൻ നാട്ടിലേക്ക് പോകുമ്പോൾ ഒരെണ്ണം ഉറപ്പായിട്ടും വാങ്ങും. ഇതാ കണ്ടില്ലേ, ഇവിടെ എല്ലാം ഉണ്ട്. നമ്മൾ ഈ പോകുന്ന വഴിക്കെല്ലാം ഇതേപോലെ പലതരം കച്ചവടങ്ങളുണ്ട്. അമ്പലമായിട്ട് ബന്ധപ്പെട്ട പലതരം കച്ചവടങ്ങളാണ്. ഈ കാണുന്ന സംഗതി എന്താണെന്നറിയോ? ഇത് ആഹാരമാണ്. ഇത് വാങ്ങിയിട്ട് ആളുകൾക്ക് ദാനം ചെയ്യും. അതിനു വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അതിവിടുത്തെ നേർച്ചകളിൽ ഒന്നാണ്. അതായത് ഇത് വാങ്ങും, എന്നിട്ട് ആർക്കെങ്കിലും അന്നദാനം ചെയ്യും. ഇതാ കണ്ടില്ലേ, ഇവിടെ ആയിട്ട് ഓരോരോ പൂജകളും കർമ്മങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. ഇതാ ഇവിടെ പശുക്കളെല്ലാം അഗസ്തിച്ചീര കഴിച്ചിട്ട് നിൽക്കുന്നത് കണ്ടില്ലേ? ഇതിവിടെ കച്ചവടം ചെയ്യും കേട്ടോ, പശുക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ പശുവിൻ്റെ കളർ കൊള്ളാമല്ലോ, ഒരു വെറൈറ്റി കളറ്. സാധാരണ പശുക്കൾക്ക് ഇങ്ങനത്തെ ഒരു കളർ കണ്ടിട്ടില്ല. വെള്ളയും കറുപ്പും പിന്നെ ഒരു ചാര കളറും ബ്രൗൺ കളറും എല്ലാം കൂടെ ചേർന്നൊരു പശു, വെറൈറ്റി ഡിസൈൻ. അതാ കണ്ടില്ലേ, ആ അമ്മ മാട്ടിൻ്റെ ചീര കച്ചവടം ചെയ്യുവാണ്, അഗസ്തിച്ചീര. അങ്ങനെ അവിടെ ആ അമ്മ കച്ചവടം ചെയ്യുന്ന അഗസ്തിച്ചീരയ്ക്ക് 20 രൂപയാണ് കേട്ടോ വില. ഇതാ ഇവിടെ എല്ലാമായിട്ട് ഓരോരോ പൂജകളും കർമ്മങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. ഇതാ ഇവിടെ ആയിട്ട് ഓരോരോ ആർച്ചുകൾ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോരോ ആർച്ചുകളിലും ഓരോരോ പേരുകളും എഴുതിയിട്ടുണ്ട്. സദ്ഗുരു ഹരിദാസ് റാംജി മഹാരാജ്, അങ്ങനെ ഓരോരോ ആർച്ചിലും ഓരോരോ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഈ ഒരു ഇലക്ട്രിക് വാഹനത്തിൽ പോകുന്നതിന് 10 രൂപയാണ് ചാർജ്. നടക്കാൻ പറ്റാത്തവർക്കെല്ലാം ആ വണ്ടി യൂസ് ചെയ്യാം. ഇവിടെ ആയിട്ട് ദക്ഷിണ വാങ്ങാൻ വേണ്ടി ഇരിക്കുന്നതാണെന്നാണ് തോന്നുന്നത് കേട്ടോ. ഇതാ കണ്ടില്ല, അതിനകത്ത് ഓരോ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. സ്വാമിമാരെ ആരെയും കാണുന്നില്ല, അവരൊക്കെ ചായ കുടിക്കാൻ പോയിരിക്കാമെന്ന് തോന്നുന്നു. ഞാനിങ്ങനെ നടന്നു വന്നപ്പോൾ നമ്മുടെ നാട്ടിലെല്ലാം അമ്പലത്തിൽ കേൾക്കുന്ന പാട്ടുണ്ടല്ലോ, ആ പാട്ട് കേൾക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു പാട്ട് കേൾക്കുന്ന അമ്പലത്തിന് നേരെ ഓപ്പോസിറ്റ് സൈഡായിട്ട് നോക്കിയപ്പോഴേ കണ്ടില്ലേ, അമ്പലത്തിന്റെ ഗോപുരം. ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രം, പിന്നെ മധുര മീനാക്ഷി അമ്മൻ കോവിൽ, ശ്രീവില്ലിപുത്തൂർ, ശ്രീരംഗം. അപ്പോഴതേപോലത്തെ ക്ഷേത്രങ്ങളിലെല്ലാം ഉള്ളതുപോലത്തെ വലിയ ഗോപുരം പെയിൻ്റൊക്കെ അടിച്ച് നല്ല നീറ്റായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് എന്താ കണ്ടില്ലേ, പലതരം കച്ചവടങ്ങളെല്ലാം കാണാം. ടൂറിസ്റ്റിനെ ആകർഷിക്കുന്ന പോലത്തെ പലതരം കച്ചവടങ്ങൾ, മാലകൾ, വളകൾ, കമ്മലുകൾ, പിന്നെ ഇതാ ചെറിയ ചെറിയ ഹാൻഡ് ബാഗുകൾ എല്ലാം ഉണ്ട്. ഇതിൻ്റെയൊക്കെ കളർ നോക്കിയേ, കൊള്ളാലോ. ഇവിടെ ഒരു കടയിൽ 1 ലിറ്റർ മിനറൽ വാട്ടർ 5 രൂപ. അത് കൊള്ളാലോ, അത് വ്യത്യസ്തമായിട്ടുണ്ട്. എന്താ ഇവിടെ ദൈവത്തിൻ്റെ ഫോട്ടോസും അമ്പലത്തിൻ്റെ ഫോട്ടോസും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. കുങ്കുമവും അങ്ങനത്തെ ഓരോരോ കളർ പൊടികളെല്ലാം ഉണ്ട്. ചെറിയ ചെറിയ ഗ്ലാസ് വിഗ്രഹങ്ങൾ, ഒരു കീച്ചേൻ്റെ വലിപ്പമേ ഉള്ളൂ കേട്ടോ, കുഞ്ഞ് വിഗ്രഹങ്ങളാണ്. ഇവിടെയൊക്കെ ആയിട്ട് നോക്കേ, ഇതെല്ലാം നമ്മൾ കന്യാകുമാരിയിലെല്ലാം കാണുന്നത് പോലത്തെ കച്ചവടങ്ങളാണ്. ശംഖ് വെച്ചിട്ടുള്ള പലതരം വർക്കുകൾ. കന്യാകുമാരിയിൽ കാണുന്നത് പോലത്തെ എന്ന് പറഞ്ഞാലേ ഇതും കടൽ തീരമാണല്ലോ, രാമേശ്വരവും കടൽ തീരമാണല്ലോ. എന്തായാലും കൊള്ളാമല്ലേ, നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഞാൻ നടന്നു വന്നപ്പോൾ ഇവിടെ ആയിട്ട് ചായ അടിക്കുന്നുണ്ട്. നമുക്കൊരു ചായ വാങ്ങി കുടിക്കാം. ചെറിയൊരു കിണ്ണമൊക്കെ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് കുടിക്കാം. കൊള്ളാം, നല്ല ചായ. അങ്ങനെ ഞാൻ ചായ എല്ലാം കുടിച്ചു. ഒരു ചായക്ക് 18 രൂപ. ഇവിടെ ആയിട്ട് കണ്ടില്ലേ, ലോക്കർ സംവിധാനമുണ്ട്. 50 രൂപയാണ് ബാഗ് വെക്കുന്നതിന് ചാർജ്. 24 മണിക്കൂർ വെക്കുന്നതിന് 50 രൂപ. 24 മണിക്കൂർ വെക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഞാൻ നടന്ന് ആ ഒരു അമ്പലത്തിൻ്റെ ശരിക്കും ഫ്രണ്ടിലെത്തിയിരിക്കുവാണ്. ആ ഒരു ഗോപുരത്തിൻ്റെ നേരെ മുന്നിലെത്തിയിരിക്കുവാണ്. എന്തായാലും നല്ല വെയിലുള്ളത് കൊണ്ട് ആ ഒരു ഗോപുരം നല്ല റിഫ്ലക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, അമ്പലത്തിനോട് ചേർന്നെല്ലാം വെജിറ്റേറിയൻ ഹോട്ടലുകളെല്ലാം ഉണ്ട്. ഞാൻ ഇന്നലെ ഒരു നോൺ വെജ് ഹോട്ടൽ തപ്പി എൻ്റെ ഊപ്പാട് വന്നു കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത്
ഈസ്റ്റ് ടവറിൻ്റെ മുന്നിലായിട്ടാണ് കേട്ടോ. ഈ കാണുന്നത് ഈസ്റ്റ് ടവറാണ്. അപ്പോഴതിനോട് ചേർന്ന് കണ്ടില്ലേ പിച്ചളയിലും അങ്ങനെ പലതരം വിളക്കുകളും കൊച്ചു കൊച്ചു പാത്രങ്ങളെല്ലാം ഉണ്ട്. ചെമ്പ് പാത്രമെല്ലാം ഉണ്ട് കേട്ടില്ലേ, ചെമ്പ്. എന്തായാലും കൊള്ളാം അല്ലേ. ചെറിയ ഗ്ലാസ് ഒക്കെ ഉണ്ടല്ലോ. ഇത് അമ്പലമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുള്ളതാണ് കേട്ടോ, അല്ലാതെ നമുക്ക് വീട്ടാവശ്യത്തിന് വേണ്ടി വാങ്ങുന്നതല്ലെന്നാണ് തോന്നുന്നത്. ഓ, ഇതിന് 200 രൂപയാണ് വില. ചെമ്പാണ്. ഈ ഒരു അമ്പലത്തിന് ചുറ്റും ദാ കണ്ടില്ലേ, ഇതേപോലെ വെയിൽ കൊള്ളാതെ നടക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ആന്തോറിയം എന്ന് പറഞ്ഞൊരു ചെടി ഉണ്ടല്ലോ, അത് വളർത്തുമ്പോൾ ഇതേപോലെ വെയിലിൻ്റെ കാഠിന്യം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുമല്ലോ, അതേപോലെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അതെന്തായാലും കൊള്ളാം. കുറേ ഭാഗത്തെല്ലാം കാറ്റടിച്ചെല്ലാം അഴിഞ്ഞു പോയിട്ടുണ്ട്. നല്ല കളർഫുള്ളായിട്ട് കുങ്കുമവും അതേപോലത്തെ ഓരോരോ പൊടികൾ നല്ല മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. കൊള്ളാം അല്ലേ. നല്ല വെയിലടിച്ചിട്ട് അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അടച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ഡപ്പകളും ഉണ്ട്, നല്ല കളർഫുള്ളായിട്ടുള്ള ഡപ്പകൾ. ഇതാ തേങ്ങയിൽ ചെയ്തിരിക്കുന്നത് നോക്കേ, കൊള്ളാലോ. നല്ല ഫിനിഷിങ്ങോടെ ചെയ്തിട്ടുണ്ട്. എത്രയാ ബ്രോ? എന്താ ഇത്? 500 റുപ്പീസ്, 500 രൂപയാണ് വില. പക്ഷെ അത്രയും വർക്കുണ്ട്, അത്രയും നേരം മെനക്കെട്ടിരുന്ന് ചെയ്യുന്നതല്ലേ. പിന്നെ ഈ ഒരു രാമേശ്വരം അമ്പലത്തിൻ്റെ കോറിഡോറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും അധികം നീളം കൂടിയ അമ്പലങ്ങളിലെ കോറിഡോറുകളിൽ ഒന്നാണിത്. അതായത് 2 കിലോമീറ്ററിൽ കൂടുതലുണ്ട്. 2090 മീറ്റർ നീളമാണ് കോറിഡോറിൻ്റെ നീളം. ഒന്ന് ആലോചിച്ച് നോക്കേ. അങ്ങനെ നമ്മൾ നടന്നതാ ഒരു ഗോപുരത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുവാണ്. ഇത് നോർത്ത് ടവറാണ്. അങ്ങനെതാ ഞാൻ പറഞ്ഞ ഈ ഒരു നോർത്ത് ടവറിനടുത്ത് വരെയാണ് ആ ഒരു പന്തൽ കെട്ടിയിരിക്കുന്നത്. കണ്ടില്ലേ, ഇങ്ങോട്ടേക്ക് ഭയങ്കര വെയിൽ കേട്ടോ. അതാ ഭയങ്കര വെയിൽ, ഒരു രക്ഷയില്ലാത്ത വെയിൽ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് നടക്കുന്നില്ല. ഞാൻ ഇനി തിരികെ ഈ ഒരു നോർത്ത് ടവറിൻ്റെ ആ ഒരു ഈ കെട്ടിയിരിക്കുന്ന പന്തലിനടിയിലൂടെ നടന്നിട്ടേ എന്തെങ്കിലും കഴിക്കാം. ഞാൻ ആദ്യം കഴിക്കാത്ത കാര്യമെന്ന് വെച്ചാൽ കഴിച്ചു കഴിഞ്ഞാൽ നടക്കാനൊരു മടിയായിരിക്കും. അപ്പോൾ ഇവിടെ ഡ്രസ്സിങ് റൂമും ഉണ്ട് കേട്ടോ. ഡ്രസ്സിങ് റൂമിന് 20 രൂപയാണ്. അത് കൊള്ളാമല്ലോ. ഡ്രസ്സിങ് റൂമിന് 20 രൂപയും ലോക്കറിനാണ് 50 രൂപ. നടന്ന് ഒരു സ്ഥലത്ത് എത്തിയിരിക്കുവാണ്, ഒരു കോർണറിൽ എത്തിയിരിക്കുവാണ്. ഇവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലും കഴിക്കാം. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഒരു പ്ലെയിൻ ദോശയ്ക്ക് 60 രൂപ. നല്ല പ്ലെയിൻ ദോശയായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്ത് ഒരുപാട് നോർത്ത് ഇന്ത്യൻസ് വരുന്നത് കൊണ്ടായിരിക്കാം സാമ്പാറിന് നല്ല മധുരമുള്ള സാമ്പാർ. നമ്മൾ കർണാടകയിലെല്ലാം പോകുമ്പോൾ സാമ്പാറിന് മധുരമുള്ള സാമ്പാറായിരിക്കും. അതേപോലെ നല്ല മധുരമുള്ള സാമ്പാറായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോഴെന്തായാലും ഇനി എൻ്റെ പ്ലാൻ, ഞാൻ ചിലപ്പോൾ ഈ ഒരു അമ്പലത്തിനകത്തേക്ക് കയറാൻ സാധ്യതയുണ്ട്. അമ്പലത്തിൽ സ്പെഷ്യൽ ദർശൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് 100 രൂപയും 200 രൂപയാണ്. അങ്ങനെ സ്പെഷ്യൽ ദർശനം അല്ലാതെ നമുക്ക് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരാമെന്നാണ് വിചാരിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നേരെ ധനുഷ്കോടിക്ക് വിടാനാണ് പ്ലാൻ. അപ്പോഴെന്തെങ്കിലും ഈ ഒരു 2 പ്ലാനിൽ ഏതെങ്കിലും ഒരു പ്ലാൻ നമുക്ക് ചെയ്യാം. എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് നടക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഇലക്ട്രിക് കാർ, അതേപോലെ ആൾക്കാരെ കൊണ്ടുപോകുന്ന വണ്ടിയാണിത്. ഈ വണ്ടി കണ്ടില്ലേ, സൈക്കിൾ. ഇതിനകത്തും ആൾക്കാരെ കൊണ്ടുപോകും. ഇവിടെ ആയിട്ട് ഫ്രീ ചപ്പൽ സ്റ്റാൻഡാണ്. നമുക്കിവിടെ ചെരുപ്പ് വെച്ചിട്ടേ അകത്തേക്കൊന്ന് പോയിട്ട് വരാം. അങ്ങനെ ഞാൻ അമ്പലത്തിനകത്തെല്ലാം കയറിയിട്ട് പുറത്തോട്ടിറങ്ങി കേട്ടോ. അകത്തെ വർക്കുകളൊക്കെ ഒരു രക്ഷയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം തൂണുകൾ ഇങ്ങനെ നീളത്തിൽ പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ 2090 മീറ്ററാണ് ഈ കോറിഡോറിൻ്റെ നീളം. അപ്പോഴത്രയും ഭാഗത്തായിട്ടും ഒരുപാട് തൂണുകളുണ്ട്. അതിങ്ങനെ വരിവരിയായിട്ട് ഒരേപോലെ ഇങ്ങനെ പോകുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ വേറെ കാര്യമെന്ന് വെച്ചാൽ ഈ ഓരോരോ ടവറുകളുണ്ടല്ലോ, അതിൻ്റെ സൗത്ത് ടവറോ ഈസ്റ്റ് ടവർ, ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈസ്റ്റ് ടവറിൻ്റെ പുറത്താണല്ലോ കച്ചവടങ്ങളൊക്കെ ഉള്ളത്. ഇതേപോലെ വെസ്റ്റ് ടവറുണ്ട്. വെസ്റ്റ് ടവറിൻ്റെ അകത്ത് കുറച്ച് കച്ചവടങ്ങളെല്ലാം ഉണ്ട്. അതായത് ശംഖും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കച്ചവടം ചെയ്യുന്ന കച്ചവടങ്ങളുണ്ട്. അതിനകത്ത് നിന്നിട്ട് ഈ ശംഖ് ഊതുന്ന ഒരു സൗണ്ട് ഉണ്ടല്ലോ, ശരിക്കും ട്രെയിനിൻ്റെ ഒക്കെ ഹോണടിയില്ലേ, അതേപോലത്തെ ഒരു സൗണ്ടാണ് കേൾക്കുന്നത്. കാര്യം അത്രയും വലിയ കോറിഡോറിൽ വലിയൊരു ഹാളിൽ കേൾക്കുമ്പോൾ ശരിക്കും ഒരു ട്രെയിൻ ഹോണടിക്കുന്ന പോലെയാണ് തോന്നുന്നത്. അപ്പോഴങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് അകത്ത് നിന്ന് കേൾക്കാൻ നല്ല രസമാണ്. പിന്നെ അകത്തേക്ക് കയറുമ്പോൾ കുറച്ച് ബക്കറ്റുകൾ, നമ്മൾ ഈ വെള്ളം കോരുന്ന ബക്കറ്റ് ഉണ്ടല്ലോ, കിണറ്റിൽ നിന്നും വെള്ളം കോരുന്ന ബക്കറ്റില്ലേ, അതേപോലത്തെ ബക്കറ്റുകൾ കൂട്ടത്തോടെ ഇങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നേർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോഴങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം കാണാം. അങ്ങനെ അതെല്ലാം കണ്ടിട്ട് ഞാൻ പുറത്തേക്ക് വന്നിരിക്കുവാണ്. ഇനി ഇവിടെ നിന്ന് നമുക്ക് ധനുഷ്കോടിയിലേക്ക് ബസ് കിട്ടുമോ നോക്കണം. ഓട്ടോയുടെ ചാർജ് ഭയങ്കരമാണ്. അത് ഒരു ഗ്രൂപ്പായിട്ട് വരുന്നവർക്കാണെങ്കിൽ ഓക്കെ, ഒറ്റയ്ക്ക് വരുന്നവർക്കേ താങ്ങത്തില്ല. എനിക്ക് ഒറ്റയ്ക്ക് 1200 രൂപ കൊടുത്തു പോകാൻ വയ്യ കേട്ടോ. അത് ഇനി അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇവിടെ നിന്ന് ബസ് ഉണ്ടെങ്കിൽ ബസ്സിൽ കയറി പോകാമെന്നാണ്. ബസ്സുണ്ട്, ഞാൻ മുൻപൊരു തവണ പോയിട്ടുണ്ട്.
ഇവിടെ ഈ ധനുഷ്കോടി പോകുന്ന റൂട്ടിൽ കുറച്ച് സ്ഥലങ്ങളെല്ലാം ഉണ്ട്. അപ്പോഴത് ഞാൻ മുൻപ് ബസ്സിലും പോയിട്ടുണ്ട്, പിന്നെ അല്ലാതെ ഓട്ടോയിലും പോയിട്ടുണ്ട്. അന്ന് 400 രൂപയൊക്കെ ആയുള്ളായിരുന്നു കേട്ടോ. അപ്പം ഭയങ്കര റേറ്റ്. അപ്പോഴെന്തായാലും നമുക്ക് ബസ്സുണ്ടെങ്കിൽ ബസ്സിൽ കയറി പോവാം, അതാണ് എൻ്റെ പ്ലാൻ. അങ്ങനെ ഞാൻ നടന്ന് നേരത്തെ ഒരു ആർച്ചൊക്കെ കണ്ടില്ലായിരുന്നോ, ആ ഒരു സ്ഥലത്ത് എത്തിയിരിക്കുവാണ്. ഇതോ അവിടെ ആയിട്ടൊരു ബസ് വന്ന് നിൽപ്പുണ്ട്. അത് എങ്ങോട്ട് പോകുന്ന ബസ്സാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നിന്നും ധനുഷ്കോടി വരെ പോകുന്നതിന് 20 കിലോമീറ്ററാണ്. ധനുഷ്കോടിയുടെ എൻഡായിട്ടുള്ള ആരിച്ചാൽ മുനമ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ആരിച്ചാൽ മുനൈ. അവിടം വരെ പോകുന്നതിന് 24 കിലോമീറ്ററാണ്. അപ്പോഴെന്തായാലും നമുക്ക് നോക്കാം. യെസ്, അങ്ങനെ ആ ബസ് ധനുഷ്കോടി പോകുന്ന ബസ്സാണ് കേട്ടോ, ആരിച്ചാൽ മുനൈ. അങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോഴെന്തായാലും നമുക്ക് ആ ബസ്സിൽ കയറി ധനുഷ്കോടി പോയിട്ട് വരാം. അങ്ങനെ ബസ് എടുക്കാൻ ഒരു 10 മിനിറ്റ് ആവും. ഇത് അവിടെ ആയിട്ട് കണ്ടില്ലേ, ആ ബോട്ടിങ്ങിന് പോകുന്നതിന് 100 രൂപയാണ് ഒരാൾക്ക് ചാർജ്. കടലിൽ ഒന്ന് പോയി കൊണ്ട് കറക്കിയിട്ട് വരും, ഒരു റൗണ്ട് കറക്കിയിട്ട് വരും. ഞാൻ പോയിട്ടുണ്ട് മുൻപേ, കുഴപ്പമില്ലാത്തൊരു യാത്രയാണ്. 100 രൂപയ്ക്ക് നഷ്ടമൊന്നുമില്ല കേട്ടോ, നല്ല യാത്രയാണ്. പെട്ടെന്ന് ബസ് ഹോൺ അടിച്ച സൗണ്ട് കേട്ടു. നമ്മുടെ ഈ ബസ് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് ബസ്സിലേക്ക് കയറാം. ഞാനിങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് സ്തംഭിച്ചു നിന്നവര്. ധനുഷ്കോടിയിൽ വരുന്ന ധനുഷ്കോടിയിൽ ഈ ആടിൻ്റെ കളർ കൊള്ളാമല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നേരത്തെ ഒരു പശുവിൻ്റെ കളർ പറഞ്ഞില്ലേ, അതേപോലെ ഇതിൻ്റെ കളറ് മിക്സ്ഡ് ആയിട്ടുണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, സോൾട്ട് ആൻഡ് പെപ്പർ കളർ. അങ്ങനെ നമ്മുടെ ബസ് രാമേശ്വരത്ത് നിന്നും കടൽ തീരത്ത് നിന്നും വേറൊരു കടൽ തീരത്തേക്ക് പോവുകയാണ്, ധനുഷ്കോടിയിലേക്ക് പോവുകയാണ്. എൻ്റെ അമ്മോ, ഈ ഹോണടി മാത്രമാണ് വലിയ വിഷയം. അങ്ങനെ നമ്മൾ വെസ്റ്റ് ടവറിൻ്റെ അടുത്ത് വന്നിരിക്കുക. അതാ കണ്ടില്ലേ, ഇതാണ് വെസ്റ്റ് ടവർ. ഭയങ്കര വെയിലാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത വെയിലാണ് അടിക്കുന്നത്. നമ്മുടെ നാട്ടിലെ വെയിലൊന്നും ഒരു വെയിലേ അല്ല. ഈ കാണുന്നതാണ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ, രാമേശ്വരം ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് ഈ കാണുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങേണ്ടവരെല്ലാം ഇവിടെ ഇറങ്ങാൻ വേണ്ടിയിട്ട് പറഞ്ഞായിരുന്നു കണ്ടക്ടർ. ആ കാണുന്ന അവിടെ നിന്നും റൈറ്റിലേക്കാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകേണ്ടത്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങേണ്ടവർ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ബസ് മുന്നിലേക്ക് പോയപ്പോഴാ നോക്കെ വിറകെല്ലാം കച്ചവടം ചെയ്യുന്ന കടകളാണ് കണ്ടത്. കുറച്ചും കൂടെ മുന്നിലേക്ക് വന്നപ്പോൾ ഇവിടെ ഒരു വീട്ടിൽ വേലി കെട്ടിയിരിക്കുന്നത് കണ്ടില്ലേ, മടൽ വെച്ചിട്ടാണ്. മടൽ കണ്ടില്ലേ, ഇവിടെ എല്ലാമായിട്ട് മടൽ വെച്ചിട്ടാണ് കെട്ടിയിരിക്കുന്നത്. പനയുടെ മടലാണ്, പനമടൽ. അങ്ങനെ വീണ്ടും ബസ് മുന്നിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുവാണ്, വിജനമായ റോഡിലൂടെ മുന്നിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. നല്ല സ്ട്രെയിറ്റ് റോഡാണ് കണ്ടില്ലേ. കുറെ കൂടെ മുന്നിലേക്ക് പോകുമ്പോൾ രണ്ട് ഭാഗത്തും കടലാവും. ബസ് വളരെ സ്ലോയിലാണ് പോകുന്നത്, കൈ കാണിക്കുന്ന എല്ലാവരെയും കയറ്റുന്നതുകൊണ്ട്. ഇതൊരു ബസ് സ്റ്റോപ്പാണ്. ഒരു ഷെയർ ഓട്ടോയിൽ കുറച്ചധികം ആൾക്കാർ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ആ ബസ് സ്റ്റോപ്പിൽ നിന്നും വീണ്ടും ബസ് മുന്നിലേക്ക് പുറപ്പെടുവാണ്. എവിടെയായിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്, ധനുഷ്കോടി 13 കിലോമീറ്റർ, ആരിച്ചാൽ മുനൈ 18 കിലോമീറ്റർ. ആരിച്ചാൽ മുനൈ എന്ന് വെച്ചാൽ എൻഡാണ്, ഈ റോഡിൻ്റെ എൻഡാണ്. പ്ലാസ്റ്റിക്കിൻ്റെ ചെക്ക് പോസ്റ്റ് വരാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബാഗ് പരിശോധിക്കും, പ്ലാസ്റ്റിക് ബോട്ടിലുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ അതിന് വേണ്ടിയിട്ടുള്ള ചെക്ക് പോസ്റ്റാണ്. ഇവിടെ വേറൊരു റേറ്റ് എഴുതിയിരിക്കുന്നു, 20 രൂപ. 20 രൂപ കൊടുക്കണം പ്രൈവറ്റ് വാഹനങ്ങൾക്ക്. അങ്ങനെ നമ്മൾ ധനുഷ്കോടിയിലേക്കുള്ള പ്രധാന റോഡിലേക്ക് കയറിയിരിക്കുവാണ്. ഒറ്റപ്പാത. ഈ റോഡ് നേരെ ആരിച്ചാൽ മുന എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. സ്ട്രെയിറ്റ് റോഡാണ്, വളവുകളോ തിരിവുകളോ ഒന്നുമില്ല, നീളത്തിലുള്ള ഒറ്റ റോഡ്. ഈ കാണുന്ന തണൽ മരങ്ങൾ കുറച്ചും കൂടെ ഉള്ളൂ, കുറച്ചും കൂടെ മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ഫുൾ വെയിലായിരിക്കും. അങ്ങനെ നമ്മുടെ ഇരുവശത്തുമുള്ള തണൽ മരങ്ങളെല്ലാം മാറിക്കഴിഞ്ഞു, ഇനി തണൽ മരങ്ങളൊന്നുമില്ല. നോക്കേ, അതിവിജനമായ പ്രദേശം. രണ്ട് ഭാഗത്തായിട്ടും വെള്ള മണലുകൾ കാണാം. ഇതവിടെ ആയിട്ട് കണ്ടില്ലേ, പ്യുവർ വൈറ്റ്, പഞ്ചസാര പോലെ വെളുത്ത മണ്ണ്. ഇതാ കണ്ടില്ലേ, ഈ ഒരു ഭാഗത്തായിട്ട് വെള്ളം. ഞാൻ പറഞ്ഞില്ലേ, ബസ് വളരെ സ്ലോയിലാണ് പോകുന്നത്. ഇത്രയും സ്ട്രെയിറ്റ് റോഡായിട്ട് പോലും വളരെ പയ്യാണ് പോകുന്നത്. നമ്മുടെ KSRTC ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഒരു 4 ട്രിപ്പ് അടിച്ചാനെ. നമ്മൾ ഓട്ടോയിലാണ് വരുന്നതെങ്കിൽ ഇതോ അവിടെ ആയിട്ട് കണ്ടില്ലേ,
അവിടെ ആയിട്ട് ഒരു അമ്പലമൊക്കെയാണ് ആ കാണുന്നത്. കാണിച്ചു തരാം. പുല്ലുകാട് ഇതാ കണ്ടില്ലേ, ഇതാ കണ്ടില്ലേ. നമ്മൾ പ്രൈവറ്റ് വാഹനങ്ങളിലൊക്കെയാണ് വരുന്നതെങ്കിൽ അങ്ങോട്ടേക്കെല്ലാം പോകാൻ സാധിക്കും. പാക്കേജിൽ വരുന്ന ഓട്ടോ ആണെന്നുണ്ടെങ്കിലും അങ്ങോട്ടേക്കെല്ലാം പോകും. ബസ്സായതുകൊണ്ട് അങ്ങോട്ടേക്കൊന്നും പോകുന്നില്ല. അങ്ങനെ നമ്മൾ കുറച്ചു ദൂരം വണ്ടി ഓടി വന്നതിന് ശേഷം കൊച്ചു കൊച്ചു കച്ചവടങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലത്ത് വന്നിരിക്കുവാണ്. കച്ചവടങ്ങളെന്ന് വെച്ചാൽ ചെറിയ സ്നാക്സും അതേപോലത്തെ കച്ചവടങ്ങളൊക്കെയാണ്. ഇതാ കണ്ടില്ലേ, ചെറിയ ചെറിയ കുപ്പികളിൽ മിഠായി എല്ലാം ഇട്ട് അടച്ചു വെച്ചിരിക്കുന്നത് കാണാം. ഇവിടെ ചെറിയ ഹോട്ടലൊക്കെ ഉണ്ട്, കണ്ടില്ലേ. അപ്പോഴങ്ങനത്തെ ഒരു സ്ഥലത്ത് ഇപ്പോൾ ഒരാൾ ഇറങ്ങി. ഇതവിടെയായിട്ട് നോക്കിയാൽ നല്ല നീല കളറിൽ കടൽ കാണാം. അടിപൊളിയായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്. നല്ല നീല കളർ നോക്കേ. ഇവിടെ എല്ലാം നേരത്തെ പറഞ്ഞതുപോലത്തെ ഫിഷ് ഫ്രൈ, ഫിഷ് കറി അതേപോലത്തെ കടകളൊക്കെയാണ്. ഇതെവിടെയായിട്ട് നോക്കേ, കല്ലൊക്കെ ഇരിക്കുന്നത് കണ്ടില്ലേ, മീൻ പൊരിക്കുന്ന. ഇതോ അവിടെയായിട്ട് കടലിലോട്ട് ഒരു ചെറിയ മുട്ട് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ. അവിടെയായിട്ട് ആൾക്കാരൊക്കെ പോയി നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഗൾഫ് ഓഫ് മന്നാർ അങ്ങനെ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. MANNAR മന്നാർ. അങ്ങനെ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡിൻ്റെ ഇരുവശത്തുമായി കടലായിരിക്കുവാണ്. എന്തായാലും കൊള്ളാം, വ്യത്യസ്തമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് ഇതുവഴി പോകുമ്പോൾ. അങ്ങനെ നമ്മൾ കുറേ കൂടെ മുന്നിലേക്ക് വന്നപ്പോൾ ലൈറ്റ് ഹൗസൊക്കെ ഉള്ളൊരു ഏരിയ വന്നിരിക്കുവാണ്. ഇവിടെയായിട്ട് ഒരുപാട് ഫിഷ് സ്റ്റാളുകളെല്ലാം ഉണ്ട്. അതായത് മീൻ ലൈവായിട്ട് പൊരിച്ചു കൊടുക്കുന്ന റെസ്റ്റോറൻറ്റുകളും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉണക്കമീൻ വിൽക്കുന്ന കടകളുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെയായിട്ട് പഴയ റെയിൽവേ സ്റ്റേഷനാണ്, ധനുഷ്കോടിയുടെ പഴയ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ ബസ് സ്റ്റോപ്പാണ് കേട്ടോ. ഇവിടെയായിട്ട് തന്നെ ഒരു പൊളിഞ്ഞ ഒരു പള്ളിയെല്ലാം ഉണ്ട്. നമുക്കെന്തായാലും ഇതിൻ്റെ എൻഡ് വരെ പോവാം. പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഇവിടെ വന്നതിന് ശേഷം ഈ ഒരു റെയിൽവേ സ്റ്റേഷനും പിന്നെ ഇവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ, ആ ഒരു പള്ളിയിലെല്ലാം നമുക്ക് പോകാം. റോഡിലേക്കെല്ലാം മണ്ണ് കയറി കിടക്കുവാണ് കേട്ടോ. ഇതാ കണ്ടില്ലേ. അങ്ങനെ നമ്മൾ ആ ഒരു ലൈറ്റ് ഹൗസിൻ്റെ സ്റ്റോപ്പും കഴിഞ്ഞിട്ട് വീണ്ടും മുന്നിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ നമ്മൾ കുറേ കൂടെ മുന്നിലേക്ക് വന്നപ്പോൾ അങ്ങനെ 3 ഭാഗത്തും കടലായിരിക്കുവാണ്. യെസ്, അങ്ങനെ നമ്മുടെ ലാസ്റ്റ് സ്റ്റോപ്പിൽ ബസ് നിർത്തിയിരിക്കുവാണ്. അങ്ങനെ നമ്മൾ എൻഡിലേക്ക് വന്നപ്പോൾ ഇത് ഇവിടം വരെ വാഹനങ്ങളെല്ലാം പാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. കാറുകളെല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതാ ഇവിടെ ആയിട്ട് ഒരു ബോർഡർ കെട്ടിയിട്ടുണ്ട്. ഇതാ കേട്ടില്ലേ, ഇവിടെ ആയിട്ടൊരു ബാരിക്കേഡെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകാൻ വാഹനങ്ങൾക്ക് അലൗഡല്ല. ഇവിടെ ആയിട്ട് കൂളിംഗ് ഗ്ലാസ്സുകൾ വെച്ചിട്ടുണ്ട്, നമുക്കൊരെണ്ണം വാങ്ങണം. അങ്ങനെ ഞാൻ ലൈറ്റ് ഹൗസിലെല്ലാം കയറിയിട്ട് തിരികെ വന്നു കേട്ടോ. ലൈറ്റ് ഹൗസിലേക്ക് കയറുന്നതിന് 10 രൂപയാണ് ചാർജ്. പിന്നെ ലിഫ്റ്റ് സംവിധാനമുണ്ട്, അതിന് സ്പെഷ്യലായിട്ട് പൈസ ഒന്നും കൊടുക്കണ്ട. അകത്തേക്ക് കയറുന്നതിന് 10 രൂപ കൊടുത്താൽ മാത്രം മതി. അങ്ങനെ മുകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. നമ്മൾ ഇങ്ങോട്ടേക്ക് വന്ന ധനുഷ്കോടിയിലേക്ക് വന്ന റോഡുണ്ടല്ലോ, മുകളിൽ നിന്ന് കാണാൻ അടിപൊളിയാണ്. വണ്ടികളിങ്ങനെ ദൂരെയായിട്ട് ഇങ്ങനെ കുഞ്ഞായിട്ട് വരുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ലൈറ്റ് ഹൗസിന് താഴെയായിട്ട് കുറച്ചധികം മത്സ്യത്തൊഴിലാളികളൊക്കെ താമസിക്കുന്ന വീടുകളെല്ലാം ഉണ്ട്. അതെല്ലാം കാണാനൊരു പ്രത്യേക ഫീലാണ്. വേലി കെട്ടിയെല്ലാം തിരിച്ചിരിക്കുന്നത് കാണാനേ അതെല്ലാം ഒരു പ്രത്യേക ഫീലാണ് അത് കാണാൻ. പിന്നെ ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോഴും ദൂരെയായിട്ട് കടലിൻ്റെ നടുക്കൂടെയുള്ള റോഡ്, അതെല്ലാം കാണാൻ നല്ല ഭംഗിയാണ്. എപ്പോഴെങ്കിലും നിങ്ങൾ ധനുഷ്കോടിയിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലൈറ്റ് ഹൗസ് മിസ് ചെയ്യരുത്. തിങ്കളാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസവും ലൈറ്റ് ഹൗസ് പ്രവർത്തിക്കുന്നതാണ്. സമയവും ഡീറ്റെയിൽസും എല്ലാം ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോഴെന്തായാലും ഞാൻ ലൈറ്റ് ഹൗസിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇനി ആ ഒരു ചുഴലിക്കാറ്റിലും പേമാരിയിലും എല്ലാം തകർന്ന ആ ഒരു പള്ളിയൊക്കെ ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് പോകാനാണ് പ്ലാൻ. പള്ളിയും പിന്നെ റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ട്, ധനുഷ്കോടി റെയിൽവേ സ്റ്റേഷൻ. ഞാൻ കുറേ നേരം കൊണ്ട് പറയുന്നല്ലേ, അപ്പോഴെന്തായാലും അങ്ങോട്ടേക്ക് പോകാം.
ഇത് ഇവിടെയായിട്ട് നോക്കേ, മണ്ണിൽ താഴ്ന്നു നിൽക്കുവാണല്ലോ ഒരു അമ്പലം. അതിനോട് ചേർന്ന് പുതിയൊരു അമ്പലവും പണിതിട്ടുണ്ട്, കണ്ടില്ലേ? അതിൻ്റെ എല്ലാം വർക്ക് നടന്നുകൊണ്ടിരിക്കുവാണ്. അവിടെയായിട്ട് ചുടുകട്ടയെല്ലാം വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? ദ പോസ്റ്റ് ഓഫീസ്, രാമേശ്വരം ഈസ്റ്റ് ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസ് 623526 പിൻകോഡാണ്. പ്രവർത്തന സമയമൊക്കെ എഴുതിയിട്ടുണ്ട്, രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ. അങ്ങനെ ഇവിടുത്തെ പോസ്റ്റ് ഓഫീസും കാണാൻ പറ്റി. ഇതെല്ലാം കണ്ടില്ലേ, ഒരു താൽക്കാലിക നിർമ്മിതിയാണ്. ഇവിടെ ഒന്നും സിമെൻറ്റ് വെച്ച് ബിൽഡിങ്ങുകളൊന്നും പണിയാൻ പാടില്ല. ഇവിടെ ആകപ്പാടെയുള്ള സിമെൻറ്റിൻ്റെ നിർമ്മിതി എന്ന് വെച്ചാൽ ദാ ഈ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്, പിന്നെ ദാ ഇവിടെ പുതുതായിട്ട് പണിയുന്നൊരു അമ്പലമുണ്ട്. വേറൊന്നും അങ്ങനെ സിമെൻറ്റിൻ്റെ നിർമ്മിതി കാണാനില്ല. അങ്ങനെ നമ്മൾ നടന്ന് ആ ഒരു ചുഴലിക്കാറ്റിലും പേമാരിയിലും തകർന്ന പള്ളി അതിനടുത്ത് എത്തിയിരിക്കുവാണ്. ഇവിടെയായിട്ട് കുറച്ചധികം വണ്ടികളെല്ലാം നിർത്തിയിട്ടിട്ടുണ്ട്, ട്രാവലറുകളെല്ലാവേ. ഇവിടെ ഇങ്ങനെയൊക്കെ പണിത് കേട്ടോ, ഇതാ കണ്ടില്ലേ? അത് കൊള്ളാമല്ലോ. മുൻപ് ഞാൻ വന്നപ്പോൾ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴ് പള്ളിക്കകത്തേക്ക് കയറാൻ പറ്റില്ല. മുൻപ് ഞാൻ വന്നപ്പോൾ ആ ഒരു പള്ളിക്കകത്തെല്ലാം കയറാമായിരുന്നു. ഇപ്പോഴ് പുറത്തുകൂടെ ഇങ്ങനെ നടക്കാനേ പറ്റുള്ളൂ. ഈ ഒരു പള്ളിക്ക് ചുറ്റും ഇതേപോലെ ഒരു കൈവരി പണിഞ്ഞിട്ടുണ്ട്, ഒരു ഫുട്പാത്ത് പണിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫുട്പാത്തിലൂടെ നടന്നേ പോകാൻ പറ്റുള്ളൂ. മുൻപാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പള്ളിക്കകത്ത് കയറാമായിരുന്നു. ഇയോബിൻ്റെ പുസ്തകം, പിന്നെ വേറെ അൻവർ എന്ന് പറഞ്ഞ സിനിമ, അതിലെ ഒരു പാട്ട് സീൻ, അതെല്ലാം ഈ ഒരു പള്ളിക്കകത്തൊക്കെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കുറേ പാട്ട് സീനുകളുണ്ട്. പക്ഷേ ഇപ്പോഴ് ഇതിനകത്തേക്ക് കയറാൻ പറ്റില്ല. നമുക്കിതാ ഈ ഒരു ഫുട്പാത്തിലൂടെ നടന്നു പോവാം. പള്ളിക്ക് ചുറ്റും ഓരോരോ കച്ചവടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ശംഖിൻ്റെയും പിന്നെ കൂളിംഗ് ഗ്ലാസ് അതേപോലത്തെ കച്ചവടങ്ങളെല്ലാം ഉണ്ട്. തൊപ്പി കണ്ടില്ലേ, ഇവിടുത്തെ അത്യാവശ്യ ഒരു കാര്യമാണ് തൊപ്പിയും കൂളിംഗ് ഗ്ലാസും. അത് രണ്ടും ഇല്ലെങ്കിൽ പണി കിട്ടും. ഇത് കൊള്ളാമല്ലോ, നല്ല കളർഫുള്ളായിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ സിനിമകളിലെല്ലാം കണ്ടിട്ടില്ലേ, മന്ത്രവാദവും അങ്ങനത്തെ ഓരോ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ ഇതിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, അങ്ങനത്തെ സംഗതികളെല്ലാം ഇവിടെ ഉണ്ട്. ഇത് കണ്ടില്ലേ, ഇത് ഫിഷ് ടാങ്ക് ഇടാൻ നല്ലതാണോ? കൊള്ളാമല്ലോ. ഉരുളൻ കല്ലുകൾ ഇതാ കണ്ടില്ലേ, അകത്തോട്ടെല്ലാം ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നോക്കേ, വലിയ കക്കാത്തോട്. സാധാരണ നമ്മൾ കാണുന്ന കക്കാത്തോടും ഈ ഒരു കക്കാത്തോടും തമ്മിൽ നോക്കേ വലിപ്പ വ്യത്യാസം. കളർഫുൾ ആയിട്ടുള്ള ശംഖുകളെല്ലാം ഉണ്ട്. പള്ളിയുടെ കുറേ ഭാഗങ്ങളെല്ലാം പൊളിഞ്ഞു പോയി കേട്ടോ. ഈ ഒരു ഭാഗത്തും കുറച്ചായിട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഭാഗത്ത് നിന്നെല്ലാം കുറേ പൊളിഞ്ഞു പോയി. ഇപ്പോഴപ്പുറത്തെ സൈഡും പിന്നെ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും മാത്രമേ ഉള്ളൂ. ഒരു ഭാഗത്തെ കംപ്ലീറ്റ് ഇല്ല. കണ്ടില്ലേ, എത്രയോ ആൾക്കാർ അവരവരുടെ ആഗ്രഹങ്ങളെല്ലാം വന്ന് പറഞ്ഞിരുന്ന സ്ഥലമാണല്ലേ ഇത്. അവരവരുടെ ആഗ്രഹങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിരുന്ന സ്ഥലമാണ്. ഇപ്പോഴതിൻ്റെ അവസ്ഥ കണ്ടില്ലേ. അങ്ങനെ നമ്മൾ ആ ഒരു പള്ളിയുടെ സൈഡിലൂടെയുള്ള ഫുട്പാത്തിലൂടെ നേരെ നടന്നു പോകുന്നത് കടൽ തീരത്തേക്കാണ്. ചെറിയൊരു ബീച്ച് പോലുള്ളൊരു സ്ഥലത്തേക്കാണ്. അങ്ങോട്ടേക്കാണ് ആൾക്കാരെല്ലാം നടന്നു പോകുന്നത്. ഇതെവിടെയായിട്ട് നോക്കേ, നാരങ്ങ വെള്ളവും ഇഞ്ചി ഇട്ട നാരങ്ങ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. അതാ കണ്ടില്ലേ, ബോഞ്ചിയുടെ ടേസ്റ്റ് ആയിരിക്കും. കളർഫുള്ളായിട്ടുള്ള ഗോലി സോഡ കുപ്പികൾ. ഞാൻ ഈ കുറേ നേരം നോക്കുക കേട്ടോ, ഒരു സൗണ്ട് ഇത് എവിടെ നിന്നാണ് കേൾക്കുന്നതെന്ന്. മുത്തുമാലകളും ശംഖുമാലകളും എല്ലാം കാറ്റടിച്ച് പറക്കുന്നതിൻ്റെ ആ ഒരു സൗണ്ടാണ് കേട്ടോ. അങ്ങനെ ഞാൻ നടന്ന് ആ ഒരു കടലിൻ്റെ അടുത്ത് എത്തിയിരിക്കുവാണ്. ഇവിടെയായിട്ട് കുറച്ചധികം ആൾക്കാർ കാലൊക്കെ നനച്ചിട്ട് നിൽപ്പുണ്ട്. അങ്ങനെ നമ്മൾ ആ ഒരു മനോഹരമായിട്ടുള്ള ബീച്ചിൻ്റെ പരിസരത്ത് പോയിട്ട് തിരികെ ആ ഒരു പള്ളിയുടെ പരിസരത്ത് കൂടെ നടന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തേക്ക് പോവുകയാണ്. എന്തായാലും ഇങ്ങനെ ഫുട്പാത്ത് കെട്ടിയിരിക്കുന്നത് കൊള്ളാം. കാര്യം ആൾക്കാർ ഇതിനിടയിൽ കയറി നിന്നിട്ടേ ഇതെങ്ങാനും പൊളിഞ്ഞ് വീണ് കഴിഞ്ഞാൽ പണിയല്ലേ. അതുകൊണ്ട് ഇങ്ങനെ ഫുട്പാത്ത് കെട്ടിയിരിക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. അങ്ങനെ ഞാൻ ആ ഒരു റെയിൽവേ സ്റ്റേഷൻ അടുത്ത് എത്തിയിരിക്കുവാണ്. ഈ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ. 1964 ഡിസംബർ 22-23 തീയതികൾ, ഇങ്ങനെയാണ് ഗൂഗിളിൽ കാണിക്കുന്ന വിവരം. അന്നുണ്ടായ കൊടുങ്കാറ്റിലും പേമാരിയിലും ഈ ഒരു റെയിൽവേ സ്റ്റേഷനും പള്ളിയും ഈ ഒരു ധനുഷ്കോടി മൊത്തത്തിൽ തകർന്നു. അതിൽ ട്രെയിനിൽ വന്ന 115 പാസഞ്ചർ അടക്കം 1800 പേര് മരിച്ചതായിട്ടാണ് കണക്കാക്കുന്നത്. പിന്നെ കുറച്ചധികം പേരെ കാണാതായിട്ടുണ്ട്.
കണക്കിൽ പെടാതെ എത്ര പേര് കാണും ഒന്ന് ആലോചിച്ച് നോക്കേ. ട്രെയിനിൽ വന്ന ടിക്കറ്റ് എടുത്തവരുടെ കണക്കായിരിക്കും 115. അല്ലാത്ത എത്രയോ ആൾക്കാർ കാണും. മുമ്പൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും പോലും ട്രെയിനിൽ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട്. നോർത്തിലോട്ടെല്ലാം പോയി കഴിഞ്ഞാൽ ടിക്കറ്റ് എടുത്തൊക്കെ യാത്ര ചെയ്യുന്നവർ വളരെ കുറവാണ്. അപ്പോൾ അന്നത്തെ കാലത്തൊന്ന് ആലോചിച്ച് നോക്കേ, 115 വെറും ഒരു കണക്ക് മാത്രമായിരിക്കും. ഒരുപാട് പേര് മരിച്ചൊരു സംഭവമാണ് അന്നുണ്ടായത്. അപ്പോഴെന്തായാലും അതിൻ്റെ ഒരു അവശേഷിപ്പാണ് ഈ ഒരു ധനുഷ്കോടിയിൽ നിലകൊള്ളുന്നത്. അങ്ങനെ ഔദ്യോഗികവും അനൗദ്യോഗികവും ആയിട്ടുള്ള പലതരം കണക്കുകളുണ്ട്. പല പല കണക്കുകളാണ് ഗൂഗിൾ പറയുന്നത്. പല വെബ്സൈറ്റുകളിലും പലതാണ് കാണിക്കുന്നത്. നമ്മളിങ്ങനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു പോകുന്ന വഴിക്കും ദയവിടായിട്ടെല്ലാം കണ്ടില്ലേ, നമ്മൾ നേരത്തെ കണ്ടതുപോലത്തെ ശംഖും ചിപ്പിയും വെച്ചിട്ടുള്ള പലതരം ഐറ്റംസിൻ്റെ കച്ചവടങ്ങളെല്ലാം ഉണ്ട്. ശനിയും ഞായറും ദിവസങ്ങളിലൊക്കെ ആകുമ്പോൾ ഈ വെച്ചിരിക്കുന്ന തട്ടുകൾ കംപ്ലീറ്റ് ഓപ്പൺ ആകുമായിരിക്കാം. ഇന്ന് വർക്കിംഗ് ഡേ ആണല്ലോ, വലിയ തിരക്കില്ല. ദയവിടായിട്ടൊരു അമ്പലമെല്ലാം ഉണ്ട്. ചെരുപ്പുകൾ ഇവിടെ ഊരിയിടുക. പണ്ടൊക്കെ ട്രെയിനിൻ്റെ ചൂളം വിളികളെല്ലാം ഉണ്ടായിരുന്നൊരു സ്ഥലമാണല്ലേ ഇത്. ഇപ്പോഴൊന്നുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കേ, ഇപ്പോഴും ഈ ഒരു റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ ഇലക്ട്രിക് ലൈനെല്ലാം വരേണ്ട സമയമായില്ലേ. ഇതുവഴിയിലൂടെയാണ് ട്രാക്ക് പോയിരുന്നതെന്നാണ് പറയുന്നത്. ഇവിടെ എല്ലാമായിട്ട് ഓരോരോ കൊച്ചു കൊച്ചു വീടുകളെല്ലാമാണ്. നമ്മളാ ലൈറ്റ് ഹൗസിൽ നിന്ന് നോക്കുമ്പോൾ കാണാം ഈ വീടുകളെല്ലാവേ. ഈ ഒരു ഭാഗത്തൂടെ അങ്ങോട്ട് പോയാലും കടലാണ്. ഇതോ കണ്ടില്ലേ, അങ്ങോട്ടായിട്ട് കടലാണ്. മയിൽ ഇങ്ങോട്ടാണല്ലോ വരുന്നത്. കൊള്ളാലോ, നല്ല ഭംഗിയുണ്ട്. പീലി വിടർത്തിയായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. മയിലിങ്ങനെ കരയുമല്ലോ. എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. അതിൻ്റെ ആ ഒരു കഴുത്തിലെ റിഫ്ലക്ഷനൊക്കെ ഉണ്ടല്ലേ, അത് കരയുന്നുണ്ട്. അങ്ങോട്ട് പോവുക. അങ്ങനെ നമ്മൾ മയിലിനെ കണ്ട സ്ഥലത്തിനടുത്തായിട്ട് ഇതാ കണ്ടില്ലേ, വേറൊരു അമ്പലവും ഉണ്ട്. ചെറിയൊരു അമ്പലമാണ്. അവിടെ ആയിട്ട് ഒരു 2 കുതിരകളുടെ പ്രതിഷ്ഠയൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ ഒരു പൂജാരിയും ഒരമ്മയൊക്കെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ആ ഒരു പഴയ റെയിൽവേ സ്റ്റേഷനിലെല്ലാം കയറിയിട്ട് തിരികെ വന്നപ്പോൾ ഇതാ ഒരു ബസ് വരുന്നുണ്ട്. കോവിൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന ബസ്സാണ് കേട്ടോ. അതായത് നമ്മൾ റൂം എടുത്ത സ്ഥലം, ബസ്സിൽ കയറിയ സ്ഥലം. അങ്ങനെ ഞാൻ ബസ്സിൽ കയറി. നമ്മൾ ബസ് കയറിയ സ്ഥലത്ത് വന്ന് ഇറങ്ങി. ഇവിടെ നിന്നും ബാഗ് എടുക്കണം. ഇനി നമുക്ക് എത്രയും പെട്ടെന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് വിടണം. 6:15 ഒരു ട്രെയിനുണ്ട്. ഇപ്പോൾ സമയം വൈകുന്നേരം 5:30 ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ പാതിരാത്രി മധുരയിലെത്തി. അങ്ങനെ മധുരയിലെത്തിയ കാര്യങ്ങളൊക്കെ ഞാൻ ഓരോന്നായിട്ട് പറയാം. രാമേശ്വരത്ത് നിന്നും വൈകുന്നേരം 6:15 ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു. ആ ട്രെയിനിൻ്റെ നമ്പർ 567616 57616 ഫാൻസി നമ്പറാണ്. അപ്പോൾ ആ ട്രെയിൻ വൈകുന്നേരം 6:15 പുറപ്പെടുന്നത് രാത്രി 9:45 ആകുമ്പോൾ മധുരയിലെത്തും. രാമേശ്വരത്ത് നിന്നും മധുര വരെ വരുന്നതിന് ജനറൽ കമ്പാർട്ട്മെൻറ്റിന് ടിക്കറ്റ് ചാർജ് 70 രൂപയാണ്. ജനറൽ മാത്രമേ ഉള്ളൂ, സ്ലീപ്പറൊന്നും ഇല്ല, പാസഞ്ചർ ട്രെയിനാണ്. അങ്ങനെ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നത് പാമ്പൻ പാലം വഴിയാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം 6:15 ട്രെയിനിൽ തിരികെ ഇങ്ങോട്ട് വരുമ്പോൾ പാമ്പൻ പാലത്തിൻ്റെ ആ ഒരു വ്യൂ എല്ലാം കണ്ടിട്ട് വരാം. അപ്പോൾ അതിൽ വന്നതിന് ശേഷം ഞാനിവിടെ മധുരയിൽ തന്നെ വെയിറ്റിംഗ് റൂമെല്ലാം ഉണ്ട്. പെയ്ഡ് വെയിറ്റിംഗ് റൂമുണ്ട്. 20 രൂപയാണ് 1 മണിക്കൂർ ചാർജ്. അപ്പോഴവിടെ കുളിച്ച് ഫ്രഷായിട്ട് പുറത്തേക്ക് വന്ന് ഫുഡും കഴിച്ചതിന് ശേഷം റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കുവാണ്. അങ്ങനെ ഞാൻ ഇന്നത്തെ ഒരു ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് രാത്രി 12:15 ഒരു ട്രെയിനുണ്ട്. അത് ചെന്നൈ എഗ്മോർന്ന് ഓടി വരുന്ന വണ്ടിയാണ്. ട്രെയിനിൻ്റെ നമ്പർ 16101 16101 ചെന്നൈ എഗ്മോർ ടു കൊല്ലം എക്സ്പ്രസ്. അപ്പോഴതിൽ സ്ലീപ്പറിന് ടിക്കറ്റ് ചാർജ് 195 രൂപയാണ്. പക്ഷേ സ്ലീപ്പർ കിട്ടിയില്ല. ഞാൻ തത്കാലാണ് ബുക്ക് ചെയ്തത്. തത്കാലിന് 400 രൂപ. പക്ഷെ എന്നാലും നഷ്ടമില്ല. നമ്മളിവിടെ ഒരു റൂം എടുത്ത് സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ 600 രൂപ റൂമിനും പിന്നെ ഫുഡും എല്ലാം കൂടെ ചേർത്ത് 1000, 1000 രൂപ അടുപ്പിച്ചാവും. അപ്പോഴതിനേക്കാൾ നല്ലത് ഈ ഒരു തത്കാൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് രാത്രി ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ 7 മണിയാകുമ്പോൾ കൊല്ലം എത്തും. അപ്പോഴതാണ് എൻ്റെ പ്ലാൻ. പിന്നെ പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് വെച്ചാൽ ഈ രാമേശ്വരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ചാൽ അബ്ദുൽ കലാം സാറാണ്. അപ്പോൾ കലാം സാറിൻ്റെ ആ ഒരു വീട്ടിൻ്റെ പരിസരത്തേക്കൊന്നും പോകാൻ പറ്റിയില്ല. കാര്യം അങ്ങോട്ടേക്ക് പോകാനുള്ള സമയം കിട്ടിയില്ല. ഞാൻ പറഞ്ഞില്ലേ 6:15 ട്രെയിനെന്ന്. അതുകൊണ്ട്
ഞാൻ അവിടുത്തെ ആ ഒരു ധനുഷ്കുടിയിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്കും തന്നെ 5:30 കഴിഞ്ഞു. അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. നമുക്ക് വേറൊരു ദിവസം വന്നിട്ട് കലാം സാറിൻ്റെ വീടും പരിസരമൊക്കെ ഒന്ന് കവർ ചെയ്യാം. ഞാൻ മുമ്പ് ഒരു തവണ പോയിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ, യൂട്യൂബിലുണ്ട്. പിന്നെ ഇപ്പോഴും മധുരയിൽ പുതുതായിട്ടൊരു റൂള് വന്നിട്ടുണ്ട്. രാത്രി 11 മണിക്ക് ശേഷം കടകളെല്ലാം അടയ്ക്കും കേട്ടോ. മധുരയിൽ നമ്മൾ മുമ്പ് വരുമ്പോഴും നമുക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഏത് രാത്രി വേണമെങ്കിലും വന്നാൽ നമ്മൾ വലയില്ല എന്ന്. പക്ഷേ ഇപ്പോഴും വന്നു കഴിഞ്ഞാൽ രാത്രി 11 മണിയായി കഴിഞ്ഞാൽ പണിയാണ് കേട്ടോ. അപ്പോഴെന്തായാലും മധുരയിൽ വരുന്നവർ ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്ന് നോട്ട് ചെയ്തോളുക. ഒരു പട്ടി അവിടെ നിന്ന് വെള്ളം കുടിക്കുന്നു, കണ്ടില്ലേ? അപ്പോൾ എന്തായാലും നമുക്ക് രാത്രി 12:15 ആ ഒരു ട്രെയിൻ കയറാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോവാം. ഇപ്പോൾ സമയം 11:45 അപ്പോഴെന്തായാലും നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം. ട്രെയിനിൽ കയറി വിടാം. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.